വയനാട് എസ്.പിയുടെ സ്ക്വാഡ് വലയിലാക്കിയത് കുപ്രസിദ്ധ മോഷ്ടാവിനെയാണ്. 150-ലധികം കവർച്ചാ കേസുകൾ, ആഡംബര ജീവിതത്തിന് സ്വർണ്ണ കവർച്ച, അത്യാഡംബര വീടും ഇഞ്ചിത്തോട്ടവുമെല്ലാം സ്വന്തമാക്കിയ മോഷ്ടാവ് കണ്ണൂർ ആലക്കോട് സ്വദേശി മുഹമ്മദിനെയും കൂട്ടാളിയെയും സാഹസികമായാണ് കീഴ്പ്പെടുത്തിയത്. 2500 CCTV ദൃശ്യങ്ങളുടെ പിന്നാലെ പോയി മഫ്തിയിൽ ദിവസങ്ങൾ ചെലവഴിച്ചു. കൃത്യമായ ഓപ്പറേഷൻ ഒടുവിൽ ഫലം കണ്ടു. സംസ്ഥാനത്തിനകത്തും പുറത്തും 150-ലേറെ കവർച്ചാ കേസുകൾ. കണ്ണൂർ ആലക്കോട് കൊല്ലപ്പറമ്പ് വീട്ടിൽ 46-കാരൻ KU മുഹമ്മദ്. വയനാട് നീലഗിരി ജില്ലകളിലെ ജനങ്ങളെ ഭയപ്പാടിലാക്കിയ ഇരുട്ടിൽ വന്ന് മോഷണം നടത്തി മറഞ്ഞ കുറ്റവാളി. ആളില്ലാത്ത വീടുകളാണ് ലക്ഷ്യം. കണ്ണു മാത്രം പുറത്തേക്ക് കാണും വിധം ശരീരമാകെ മറയ്ക്കും. ഇടയ്ക്കിടെ വേഷം മാറും. ക്യാമറകളിൽ കുടുങ്ങാതെ ശ്രദ്ധിച്ചാണ് യാത്ര. അങ്ങനെ സമ്പാദിച്ചത് കോടികളാണ്. അത്യാഡംബര വീട്, ഇഞ്ചിത്തോട്ടം, ആഡംബര വാഹനങ്ങൾ എല്ലാം മറ്റുള്ളവന്റെ സമ്പാദ്യം കവർന്നെടുത്തു നേടിയത്. പലയിടത്തായി സമാന രീതിയിൽ മോഷണക്കേസുകൾ രജിസ്റ്റർ ചെയ്തെങ്കിലും മുഹമ്മദിന് പിടിവീണിരുന്നില്ല. സഹികെട്ടതോടെ വയനാട് ജില്ലാ പോലീസ് മേധാവി അരുൺ കെ പവിത്രൻ ഒരു സ്ക്വാഡിന് രൂപം നൽകി. പിന്നീട് ആ ക്രൈം സ്ക്വാഡിന്റെ രാപ്പകൽ നീണ്ട അന്വേഷണം. മോഷ്ടാവിന്റെ അതേ രീതികൾ പിന്തുടർന്നു. വേഷം മാറിയും പല വിധേന മുഹമ്മദിനെ തേടിയിറങ്ങി. അയാൾ വരുമെന്ന് തോന്നിയിടത്തെല്ലാം സ്ക്വാഡ് എത്തി. ചില്ലറക്കാരനല്ല ഈ മോഷ്ടാവ്. 18-ാം വയസ്സിൽ തുടങ്ങിയതാണ് മോഷണം. ഉത്തര കേരളവും നീലഗിരിയുമാണ് അയാൾ കവർച്ചാ കേന്ദ്രങ്ങളാക്കുന്നത്. സ്വർണ്ണാഭരണങ്ങൾ മാത്രമാണ് കവരുക. കവർച്ച ചെയ്യുന്ന സ്വർണം വിറ്റ് ആഡംബര ജീവിതം. കഴിഞ്ഞ മാസം 4-ാം തീയതി പുലർച്ചെയാണ് സംഭവം. ഈസ്റ്ററിൻ്റെ അന്ന് ഞങ്ങൾ രാവിലെ 6 മണിക്ക് എണീറ്റ് നോക്കുമ്പോഴാണ് ഇങ്ങനെ കവർച്ച നടന്ന സംഭവം അറിഞ്ഞത്. വീടിൻ്റെ അടുക്കള വാതിൽ വാതിൽ പൊളിച്ചിട്ടൊന്നുമില്ല, ലോക്ക് മാത്രം അകത്തി മാറ്റിയിട്ടാണ് പ്രതി ഉള്ളിൽ കയറിയിട്ടുള്ളത്. ഞാൻ 2ാമത്തെ നിലയിലാണ് കിടക്കുന്നത്. ഞങ്ങൾ റൂമിൽ കയറിയിട്ട് ഞാനും വൈഫും കൊച്ചുമായിരുന്നു കിടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ കൊച്ച് ഭിത്തിൻ്റെ സൈഡിലാണ് കിടന്നത്. അപ്പം കൊച്ചിൻ്റെ മേത്ത് നിന്ന് 3.5 പവനോളം സ്വർണം അറുത്ത് മാറ്റിയുണ്ടായത്. ഒരു പവൻ്റെ മാല ഉണ്ടായിരുന്നു, 1 പവൻ്റെ അരഞ്ഞാണം ഉണ്ടായിരുന്നു, വള ഉണ്ടായിരുന്നു, പാദസര ഉണ്ടായിരുന്നു. ഇത്ര സാധനം അറുത്ത് മാറ്റി അതിനുശേഷം തൊട്ടപ്പുറേ അമ്മ കിടക്കുന്നുണ്ടായിരുന്നു. അമ്മേൻ്റെ റൂമിൽ പോയിട്ട് അമ്മേൻ്റെ അലമാര തുറന്നിട്ട് പേഴ്സിലുണ്ടായിരുന്ന അമ്മേൻ്റെ സ്വർണ്ണ മോതിരം 5000-ഓളം പൈസയും കവർന്നിട്ടുണ്ട്. 2025-ൽ വയനാട് മുട്ടലിലെ ഒരു വീട്ടിൽ നിന്ന് 71 പവൻ സ്വർണം കവർന്ന് കടന്നതാണ്. പിന്നീട് കുറച്ചു കാലത്തേക്ക് വിവരമൊന്നുമില്ലായിരുന്നു. അങ്ങനെയിരിക്കെ ഇക്കഴിഞ്ഞ ഏപ്രിൽ 23, 24 തീയതികളിലായി വയനാട് ജില്ലയിലെ വിവിധയിടങ്ങളിൽ വ്യാപകമായി മോഷണക്കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ചേരമ്പാടിയിലെ 13 വീടുകളിൽ സ്വർണ്ണ കവർച്ച നടന്നു. കൽപ്പറ്റ ഗ്രാമത്തുവയലിലെ വീട്ടിൽ നിന്ന് 9 പവൻ സ്വർണം മോഷ്ടിച്ച കേസിലാണ് ഇപ്പോഴത്തെ അറസ്റ്റ്. വീട് കുത്തിത്തുറന്ന് അലമാരിയിൽ സൂക്ഷിച്ച സ്വർണവുമായി കടന്നു കളയുകയായിരുന്നു. പിന്നാലെ സമീപ പ്രദേശങ്ങളിൽ നിന്ന് സമാന പരാതികൾ വന്നു. നിരവധി CCTVകൾ പരിശോധിച്ചു. ജ്വല്ലറികൾ കേന്ദ്രീകരിച്ച് അന്വേഷിച്ചു. അങ്ങനെയാണ് കുപ്രസിദ്ധ മോഷ്ടാവിലേക്കും കൂട്ടാളിയിലേക്കും അന്വേഷണ സംഘം എത്തിയത്. ആളില്ലാത്ത വീടുകളെക്കുറിച്ച് മുഹമ്മദിന് വിവരമെത്തിച്ചിരുന്നത് 76-കാരൻ ജോസ് ആണ്. കളവ് മുതൽ ഒളിപ്പിക്കുന്നതിലും വിൽക്കുന്നതിനൊക്കെ ഇദ്ദേഹം സഹായിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. കൂടുതലായിട്ട് അന്വേഷണം മാത്രമേ പറയാൻ പറ്റൂ. രാത്രികാലങ്ങളിൽ ഇദ്ദേഹം ഓരോ സ്ഥലത്ത് എത്തിയതിനു ശേഷം ഓരോ പ്രദേശങ്ങൾ കണ്ടെത്തിയിട്ട് അവിടെ ആളില്ലാത്ത വീടുകൾ ഇദ്ദേഹം തെരഞ്ഞ് കണ്ടുപിടിച്ചിട്ട് ഫ്രണ്ട് ഡോർ പൊളിച്ച് കയറിയിട്ട് സ്വർണ്ണാഭരണങ്ങൾ എടുക്കുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ രീതി. ഇപ്പോൾ സ്ഥലത്തുള്ള കള്ളന്മാരെ പറ്റിയൊക്കെ അന്വേഷിച്ചാൽ ഇദ്ദേഹം വയനാട് ജില്ലയിൽ ഇടയ്ക്ക് വന്നു പോകുന്നതായിട്ട് വിവരം കിട്ടിയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം CCTVയിൽ അദ്ദേഹം പോകുന്നൊരു ചെറിയ വിഷയം കിട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നോക്കിയിട്ടാണ് കിട്ടിയത്. അത് സ്ക്വാഡിൻ്റെയും ഒരു നിരന്തരമായ ശ്രമമാണ്. ആംബേരി കേസിലേക്കാണ് ഇപ്പോൾ അദ്ദേഹം റിമാൻഡ് ചെയ്തിട്ടുള്ളത്. ഇതുകൂടാതെ ഇവിടെ ഒരു 18ഓളം കേസുകൾ അദ്ദേഹം കൺഫ്യൂസ് ചെയ്തിട്ടുണ്ട്. അന്വേഷണ സംഘത്തിന് ഒരു സുപ്രധാന വിവരം കിട്ടി. KL 11 BB 8709 നമ്പർ ഇന്നോവ കാറിൽ ഇയാൾ യാത്ര ചെയ്യുന്നുവെന്ന്. വാഹനം തടഞ്ഞ പോലീസ് സംഘം പ്രതിയെ കയ്യോടെ പിടികൂടി. വാഹനത്തിൽ നിന്ന് പണവും ആഭരണങ്ങളും ആയുധങ്ങളും കണ്ടെത്തി. മാനന്തവാടി ബോയ്സ് ടൗണിൽ നിന്ന് കൂട്ടാളി ജോസിനും പിടിവീണു. വയനാട്ടിലെ മുട്ടിൽ, മടക്കിമല, പുൽപ്പള്ളി, മേപ്പാടി, മീനങ്ങാടി എന്നിവിടങ്ങളിലും തമിഴ്നാട്ടിലെ ചേരമ്പാടി, പാടൻചിറ എന്നിവിടങ്ങളിലുമായി 19 മോഷണക്കേസുകളിൽ പ്രതികൾ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. വിശദമായ ചോദ്യം ചെയ്യലിലൂടെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കും. നിലവിൽ പ്രതികൾ റിമാൻഡിലാണ്. പ്രത്യേക
പ്രത്യേകാന്വേഷണ സംഘത്തിൽ സബ് ഇൻസ്പെക്ടർ എൻ ഹരീഷ് കുമാർ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ബിജു വർഗീസ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ CK നൌഫൽ, KK ബിബിൻ, ഷാലു ഫ്രാൻസിസ്, MA അനസ്, A അനീസ്, സിവിൽ പോലീസ് ഓഫീസർമാരായ മുഹമ്മദ് സക്കറിയ, AD ഡിജേഷ്, അഷ്റഫ് രജീഷ്, അജിത്, ശ്രീജേഷ്, ജെറിൻ, അനീഷ് എന്നിവരാണുണ്ടായിരുന്നത്. കൽപ്പറ്റ ഇൻസ്പെക്ടർ SHO TP ദിനേശിന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ വിമൽ ചന്ദ്രനായിരുന്നു അന്വേഷണ ചുമതല. നാട്ടുകാരും കാര്യങ്ങളൊക്കെ വലിയൊരു ഭീതിയിലായിരുന്നു. ഇന്നിപ്പോൾ അവർക്കൊക്കെ വളരെയധികം സന്തോഷം കാര്യങ്ങളും ആയിട്ടുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്വൈര്യ ജീവിതം പിന്നെ പോകുന്നൊരു കണ്ടീഷനിലായിരുന്നു കുറച്ച് നാളുകളിലായിട്ട് പുൽപ്പള്ളി മേഖലകളിൽ. നമ്മളെ സംബന്ധിച്ചിടത്തോളം പുൽപ്പള്ളി മേഖലകളിൽ ഉണ്ടായിട്ടുള്ളത് അതിനൊരു അറുതിയായിട്ടുണ്ട് ഇപ്പോൾ. മാതൃഭൂമി ന്യൂസ്, വയനാട്.